ഖത്തർ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് എടുത്ത് മസ്റ്റ് പ്ലേസ് ടു വിസിറ്റ് എന്നടിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്ലേസസിൽ ഒന്നാണ് ബോക്സ് പാർക്ക്. ഇന്ന് നമ്മൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നതും ബോക്സ് പാർക്കിലേക്കാണ്. നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ ട്രാഫിക് സിഗ്നലിൽ കുറച്ച് നേരം നിർത്തിയത്. അപ്പോഴാണ് ഈ ഫ്ലാഗുകൾ കണ്ടത്. ഖത്തർ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഇവർ ഈ പാർക്കിൽ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ഒരുപാട് രാജ്യത്തിൻ്റെ ഫ്ലാഗുകൾ ഒന്നിച്ച് പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് മുന്നോട്ട് പോയപ്പോഴത്തേനുമാണ് ഈ ഗ്രീനറി ഞാൻ ശ്രദ്ധിച്ചത്. കാരണം ഖത്തറിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വാട്ടർ സ്കേഴ്സിറ്റി തന്നെയാണ്. കാരണം നമ്മൾക്കറിയാം ഖത്തർ എന്ന് പറയുന്ന ഒരു ഗൾഫ് കൺട്രിയാണ്. അവിടെ ഗ്രൗണ്ട് വാട്ടർ വളരെ കുറവാണ്. പിന്നെ ഇവരെങ്ങനെയാവും ഈ വാട്ടർ സ്കേഴ്സിറ്റിയെ മറികടന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ ഇവിടെ ഇത്രയും ഗ്രീനറി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിനുള്ള വാട്ടർ എവിടെ നിന്നാണ്? ഇങ്ങനെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ കൂടെ പോയത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡീസാലിനേഷനാണ്. എന്ന് വെച്ചാൽ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നതാണ് ഇവരുടെ വാട്ടർ ഉപയോഗം. പിന്നീട് ഇവർക്ക് കുറച്ച് ഗ്രൗണ്ട് വാട്ടറും അവൈലബിൾ ആണ്. പക്ഷേ അത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃഷിക്കാണ്. വേറൊരു അടിപൊളി കാര്യം എന്തെന്നാൽ ഇവർ ഈ ഡീസാലിനേഷൻ ചെയ്യുന്ന വാട്ടർ അല്ലെങ്കിൽ ഇവർ റീയൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡിലും മറ്റും യൂസ് ചെയ്യുന്ന വാട്ടർ ഇവർ കളക്ട് ചെയ്തിട്ട് ആ വേസ്റ്റ് വാട്ടറിനെ അവർ വീണ്ടും ശുദ്ധീകരിച്ച് അവർ ഗ്രൗണ്ട് വാട്ടറിലോട്ട് ഇൻജെക്റ്റ് ചെയ്യും. അതായത് നാച്ചുറൽ വാട്ടർ റിസോഴ്സ് ഡിപ്ലീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ റീചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വാട്ടർ സ്കേഴ്സിറ്റി പരിഹരിക്കാനായിട്ട് ഇവരുടെ അടുത്ത് വളരെ അത്യാധുനിക ടെക്നോളജികളും വളരെയധികം സംവിധാനങ്ങളും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉണ്ട്. നമ്മൾ നെറ്റിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇവരെങ്ങനെയാണ് ഈ വാട്ടർ സ്കേഴ്സിറ്റിയെ മറികടന്നത് എന്നുള്ളതിൻ്റെ ഓരോ വർഷത്തെയും സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. ആ ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഉപഭോഗം, എത്ര ഉപഭോഗം വർദ്ധിച്ചു, എത്ര നാച്ചുറൽ റിസോഴ്സ് ഡിപ്ലീറ്റ് ആയി, എത്രയധികം ഡീസാലിനേഷൻ ഇവർ നടത്തി, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ബോക്സ് പാർക്കിലെത്തി. ബോക്സ് പാർക്ക് എന്ന് പറയുന്നത് ഖത്തറിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇവിടെ ഇവർ ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് വെച്ചാണ് ഇവർ ഈ പാർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ഓഫീസുകൾ, മൾട്ടിപ്പിൾ കുസീനിലുള്ള റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് കുറച്ച് അധികം സമയം വൈകുന്നേരങ്ങളിൽ വെറുതെ ചിലവഴിക്കാനാണ്. ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പ്രത്യേക പെർമിഷൻ എടുക്കണം. ഞാൻ പെർമിഷൻ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈലിലാണ് കൂടുതൽ വീഡിയോയും ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. തന്നെയുമല്ല ലൈറ്റ് ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. കാരണം സമയം ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴിവിടെ നേരത്തെയാണ് സൺസെറ്റ്. അതുകൊണ്ട് തന്നെ ലൈറ്റും കുറവാണ്. അതുകൊണ്ട് വീഡിയോയിൽ ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉണ്ടാവും. നമ്മൾ ഈ ബോക്സ് പാർക്കിനുള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ധാരാളം യാച്ചുകൾ, സ്പീഡ് ബോട്ടുകൾ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബോട്ടുകൾ എല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ഇവിടെ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായിട്ടുള്ള നമ്പറുകൾ, ഡീലേഴ്സിൻ്റെ നമ്പർ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ബോട്ടുകൾ റിപ്പയർ ചെയ്യാനുള്ള ഷോപ്പുകളും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. പിന്നെ നമ്മൾ ഖത്തറിൽ എല്ലായിടത്തും പോകുമ്പോൾ പറയുന്ന സെയിം കാര്യം തന്നെയാണ്. ഈ പ്ലേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പ്ലേസ് എന്ന് പറയുന്നത് വളരെ ഫോട്ടോജനിക്കാണ്. കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടാണ് അവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖത്തറിൽ വന്നിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നല്ല രസമാണ്. ക്യാമറയുടെ കണ്ണിൽ കൂടി കാണുമ്പോൾ വളരെ ഭംഗിയാണ് ഇത് കാണാൻ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കടൽ ശ്രദ്ധിച്ചാൽ ഇവിടെ വലിയ വേവ്സ് ഇല്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ വലിയ തിരമാലകൾ ഇവിടെ വരുന്നില്ല. ഇത് കടലിൻ്റെ ഭാഗം തന്നെയാണ്, പക്ഷേ ഇവിടെ വലിയ തിരമാലകൾ വരത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെയാണ്. ഇവിടുത്തെ കാലാവസ്ഥയും എല്ലാം അതിലൊരു ഘടകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ വേവ്സ് വരാറില്ല. ചെറിയ ചെറിയ ഓളങ്ങൾ മാത്രമേ നമുക്ക് കടലാണെങ്കിൽ പോലും ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു കാര്യമാണ്, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വാട്ടർ ടർബൈൻ ഉപയോഗിച്ചാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. കേരളത്തിലെ കറണ്ട് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇടുക്കി ഡാം പോലുള്ള ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഖത്തറിൽ എങ്ങനെയായിരിക്കും വൈദ്യുതി ഉണ്ടാക്കുക എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഖത്തറിൽ എന്ന് പറയുന്നത് വൈദ്യുതി അങ്ങനെ വെള്ളം തടഞ്ഞു നിർത്തി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇവരുണ്ടാക്കുന്നത് കമ്പഷൻ വെച്ചിട്ടാണ്. ഇവർക്ക് നാച്ചുറൽ ഗ്യാസ് ഒരുപാടുണ്ട്. ഖത്തറിനെ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് കൺട്രി ആക്കുന്നത് തന്നെ ഈ നാച്ചുറൽ ഗ്യാസുകളാണ്, ഈ പെട്രോളിയം പ്രൊഡക്ട്സുകളാണ്. ഇവർ ഈ നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് കമ്പഷൻ നടത്തി അതുവഴി ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ഇവർ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതാണ് ഇവരുടെ മേജർ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവർ റിന്യൂവബിൾ എനർജിയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അതൊന്നും അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേജിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ് കേട്ടോ. ബോക്സ് പാർക്കിൽ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന വഴിയിലാണ് നമ്മൾ അൽമിന എന്ന് പറയുന്ന ഫിഷ് മാർക്കറ്റ് കണ്ടത്.
ശരിക്കും ഇതൊരു ബോണസായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. അൽമിന കണ്ടു, അവിടെ കയറി. പക്ഷേ അൽമിനയിൽ കയറിയപ്പോൾ അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു അനുഭവമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ കൊട്ടാരങ്ങൾ പണിത് വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് അവർ പണിത് വെച്ചിരിക്കുന്നത്. ഈ റൂഫിൽ നമ്മൾ കാണുന്ന പെയിൻറ്റിങ്സും ഈ താഴത്തെ ടൈലുകളും എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇതൊരു ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ കൂടി ഫിഷിൻ്റെ സ്മെല്ല്, അതായത് രൂക്ഷമായ ഗന്ധമൊന്നുമില്ല. ചെറിയ സ്മെല്ലുണ്ട്, പക്ഷേ രൂക്ഷമായ ഗന്ധം, അസഹനീയമായ ഒരു ഗന്ധമൊന്നും ഇവിടെ എങ്ങും നമുക്കില്ല. തന്നെയുമല്ല, ഫിഷ് ക്ലീൻ ചെയ്യുന്നതിനും കട്ട് ചെയ്യുന്നതിനുമുള്ള ഒരു റൂം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗ്ലാസ് വെച്ച് അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷെല്ലാം വളരെ ക്ലീനായി പ്രൈസ് ടാഗോട് കൂടിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പല തരത്തിലുള്ള ഞണ്ടുകളെയും മീനുകളെയും എല്ലാം നമുക്കിവിടെ കാണാം. അതിൻ്റെ വിലയും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഖത്തറി റിയാലിലാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ വില അറിയണമെങ്കിൽ അതിനെ ഒരു 20-21 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏകദേശം അതായിരിക്കും പ്രൈസ്. നമ്മളെന്തായാലും വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് കുറച്ച് ഫിഷ് മേടിച്ചു. അതവർ ക്ലീൻ ചെയ്ത് തരുന്നത് വരെ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. നമ്മൾക്കിവിടെ ഒരു സെക്യൂരിറ്റിയെ കാണാം. കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി വളരെ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയെയും നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാൻ വേറൊരു കാര്യമാണ് ഓർത്തത്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് നമ്മളുടെ സ്വഭാവവും മാറുക എന്ന്. ഇവിടെ വരുന്ന എല്ലാവരും വളരെ നീറ്റായിട്ടാണ് പെരുമാറുന്നത്. കാരണം ഇവിടുത്തെ സ്റ്റാൻഡേർഡ് അതാണ്. നമ്മുടെ നാട്ടിലെ ഫിഷ് മാർക്കറ്റിൽ പെരുമാറുന്നത് പോലെ ഒരു മലയാളിയും ഇവിടെ വന്ന് പെരുമാറത്തില്ല. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, മീൻ മേടിക്കുന്നു, ആരും അധികം ബഹളം വെക്കുന്നില്ല. ആവശ്യത്തിനുള്ള മീൻ മേടിക്കുന്നു, അതവിടെ കട്ട് ചെയ്യാൻ കൊടുക്കുന്നു, എന്നിട്ട് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്ത് അവിടെ പോയിരിക്കുന്നു. നമ്മളുടെ നമ്പർ വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ വന്നത് കളക്ട് ചെയ്യുന്നു, പോകുന്നു. ആദ്യമായിട്ടാണ് ഒരു ഫിഷ് മാർക്കറ്റിൽ വന്നിട്ട് ഒന്നുകൂടി വരണമെന്ന് തോന്നിപ്പോയത്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവർ ഈ ഫിഷ് മാർക്കറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വന്നത് ഏകദേശം ക്ലോസിംഗ് ടൈമിലായിരുന്നു. അതുകൊണ്ട് വർക്കേഴ്സ് ഇതെല്ലാം എടുത്തു വെക്കാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഫിഷ് മാർക്കറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ബോക്സ് പാർക്കും. നിങ്ങൾ ഖത്തറിൽ വരികയാണെങ്കിൽ ഈ 2 പ്ലേസും ഉറപ്പായും വന്നൊന്ന് വിസിറ്റ് ചെയ്യണം. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ കൂടുതൽ ആക്റ്റീവ് ആവുക. വീഡിയോ എടുക്കാൻ വൈകുന്നേരങ്ങളിൽ ബുദ്ധിമുട്ടാണെങ്കിലും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഖത്തറിലെ കാലാവസ്ഥ അങ്ങനെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ഗുഡ് ബൈ.